ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ചാതുർവർണ്ണ പ്രത്യയശാസ്ത്രം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിങ്ങളെ ഹിംസാത്മകമായി അകറ്റി നിർത്തുന്ന, അപരവൽക്കരിക്കുന്ന, ദളിതരെ പോലെ അയിത്തക്കാരായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇതിനുള്ളത്, ഹിന്ദുത്വത്തിനുള്ളത്. ആ പ്രത്യയശാസ്ത്രമാണ് ദളിത് മുസ്ലിം ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ കാരണമെന്ന് പറയുന്നത്. കാരണം ഹിന്ദുത്വത്താൽ ബ്രാഹ്മണ്യത്താൽ അരികുവൽക്കരിക്കപ്പെടുന്നവരാണ് ദളിതരും മുസ്ലിങ്ങളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമുക്ക് വേടൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് വേടൻ്റെ രാഷ്ട്രീയത്തെ പരിശോധിക്കാൻ. അപരവൽക്കരിക്കപ്പെടുന്ന എല്ലാവരോടും ഐക്യപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ് വേടൻ്റെ പാട്ടിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഈ പലസ്തീൻ പതാക പുതയ്ക്കുന്നതിലേക്ക് എത്തുന്നത്. എന്തായിരുന്നു ഹിന്ദുത്വത്തിന് ഇവരോടെല്ലാം ഉള്ള സമീപനം? ദളിതരോടും മുസ്ലിങ്ങളോടുള്ള സമീപനം എന്തായിരുന്നു? അത് നമ്മൾ പരിശോധിക്കണ്ടേ? വർഗീയവാദികളോടല്ലല്ലോ, മൊത്തം മുസ്ലിങ്ങളെയും അകറ്റി നിർത്തുന്ന സമീപനമാണ് ഹിന്ദുത്വത്തിന് അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് ഇനി നമ്മൾ പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മാത്രം തെളിവുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അതവർ പരസ്യമായി അംഗീകരിക്കുന്നുമില്ല. അതെ, അത് ശരിയാണ്. ഇപ്പം നോക്കൂ, ഈ രാമനവമി ദിവസം പള്ളിയുടെ മുമ്പിലൂടെ പോവുകയാണ്, ആയുധവുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് ഈ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രയോഗങ്ങൾ നടത്തുകയാണ്. ഇതെന്തിൻ്റെ സൂചനയാണ്? വളരെ കൃത്യമാണല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വേടൻ യോജിക്കുന്നത് ഈ അരികുവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളോടും ഐക്യപ്പെടുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുള്ളത്. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. സാംസ്കാരിക മുന്നേറ്റത്തെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചല്ലോ, അതും ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. കേരളത്തിലെ സാംസ്കാരിക മുന്നേറ്റം, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഹിന്ദുത്വത്തിനൊരു പ്രധാനപ്പെട്ട ശക്തിയായി വരാൻ സാധിക്കാത്തത്? അത് കേരളത്തിൽ പ്രബലമായിട്ടുള്ള മതേതരമായ ആശയങ്ങളുമായി ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടത്. ആ ന്യൂനപക്ഷം ഉള്ളത് കൊണ്ടാണ് കേരളത്തിലൊരു മതേതരമായ മണ്ഡലം നിലനിൽക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ സവർണർ മുഴുവൻ മതേതര കക്ഷികളായതുകൊണ്ടൊന്നുമല്ല. ആ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? പക്ഷെ ഇത് പറയുന്നവരെല്ലാം സ്വത്തുവാദികളാക്കുക, അതാണല്ലോ വേറൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുന്ന സവർണതയ്ക്കെതിരായ വരേണ്യ ഒളിഗാർക്കിക്കൽ സമീപനത്തിനെതിരായ ഒരു സാംസ്കാരിക മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് വേടൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്, വേടൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത്, വേടൻ്റെ പാട്ടുകൾ ജനലക്ഷങ്ങൾ കേൾക്കുന്ന നിലയിലേക്ക് എത്തുന്നതിന് ഒരു അടിസ്ഥാനപരമായ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ അടിസ്ഥാനപരമായ സാഹചര്യം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയിലും നാരായണ ഗുരുസ്വാമിയിലും ഒക്കെ ആരംഭിക്കുകയും പിന്നീട് 70കളിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ചിന്തകൾ കേരളത്തിലേക്ക് പ്രവഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ദളിത് ഉണർവിൻ്റെ ഒക്കെ മുകളിലാണ് വേടൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാലങ്ങൾ കൊണ്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു പുതുനാമ്പാണ് നമ്മൾ വേടനിലൂടെ കാണുന്നത്. അപ്പം ഇവർ പറയുന്നത് എന്താണ്? ദളിതർ അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ പറയാനോ രാഷ്ട്രീയപരമായ ആശയാവലികൾ മുന്നോട്ട് വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹിംസാത്മകമായ ഒരാശയമാണ് ശശികലയും NR മധുവും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. കാരണം നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ദളിതരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ഇവരാരാണ്? ഇവർക്ക് എന്താണ് അവകാശം? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംരക്ഷിത ജനവിഭാഗങ്ങൾ കൂടിയാണ് ദളിതരും ആദിവാസികളും ഒക്കെ. അപ്പോൾ അവരെന്ത് പാട്ട് പാടണം, അവരെന്ത് ചെയ്യണം, അവരെന്ത് ചിന്തിക്കണം എന്നൊക്കെ പറയും. ഇവർക്ക് എന്താണ് അവകാശം? അടിസ്ഥാനപരമായിട്ട് ഇവർ എന്ത് കല അവതരിപ്പിക്കണമെന്നാണല്ലോ ഇവർ തീരുമാനിക്കുന്നത്. അതിലേക്ക് കൂടെ നമുക്ക് ഈ വിഷയം ഒന്നും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ കൂത്തും കൂടിയാട്ടം അവതരിപ്പിക്കണം. കല പഠിച്ച് ഇവരുടെ ഹിന്ദുത്വവാദികളുടെ അഭിപ്രായം അനുസരിച്ച് മനോഹരമായ സുകുമാര കലയാണല്ലോ കൂത്തും കൂടിയാട്ടവും. എന്തുകൊണ്ടാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ചാക്യാർ കുടുംബത്തിന് മാത്രമേ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കൂത്തും കൂടിയാട്ടമൊക്കെ അവതരിപ്പിക്കാൻ കഴിയൂ? കൂത്തമ്പലത്തിൽ പ്രവേശിക്കാൻ പോലും കഴിയൂ? അടുത്തിടെയാണ് ചില വാദ്യകലാകാരന്മാർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വിവേചനം അനുഭവിക്കേണ്ടതെന്ന് വാർത്തകളിലൂടെ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമാണത്. ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോഴൊരു മലയാള ബ്രാഹ്മണന് മാത്രമേ പൂജാരിയാകാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു ദളിതന് പൂജാരിയാകാൻ കഴിയാത്തത് ഇപ്പോഴും? എന്തുകൊണ്ടാണ് അതിനെതിരെ ശശികല ഒന്നും പറയാത്തത്? NR മധുവിന് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി അഭിപ്രായമില്ലാത്തത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു ബ്രാഹ്മണൻ മാത്രമാണ് പൂജാരി. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും പൂജാരിയാകട്ടെ എന്തുകൊണ്ടാണ് NR മധുവും ശശികലയും നിലപാടെടുക്കാത്തത്? അത്തരം കാര്യങ്ങൾ ഇവരുടെ നിലപാടുകൾ എന്താണ് മറച്ചു വെക്കുന്നത്? അപ്പോൾ ഇവരും അതിൻ്റെ പിന്തുടർച്ചക്കാർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഒരു ദളിത് അവർണ
മുന്നേറ്റം ഉണ്ടാകുന്ന സാംസ്കാരിക മുന്നേറ്റം. ആ സാംസ്കാരിക മുന്നേറ്റം ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തിനെതിരായ സാംസ്കാരിക മുന്നേറ്റമാണ്.